തോട്ടം തൊഴിലാളി മിനിമം വേതന പ്രശ്നത്തിൽ ട്രേഡ് യൂണിയനുകളും സർക്കാരും സമവായത്തിലെത്താനുള്ള സാധ്യത തെളിഞ്ഞു. ട്രേഡ് യൂണിയൻ നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പിനുള്ള വഴിയൊരുങ്ങിയത്. മിനിമം വേതനം 232-ൽ നിന്ന് 325 ഉയർത്തി പ്രശ്നപരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. തോട്ടം തൊഴിലാളികളുടെ മിനിമം വേതനം 232-ൽ നിന്ന് ഉയർത്തി 300-നും 350-നും ഇടയിലെത്തിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു. ട്രേഡ് യൂണിയനുകളെ അനുനയിപ്പിക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾ ഒരു പരിധിവരെ ഫലം കണ്ടു. മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥതയിൽ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് അനുകൂല അന്തരീക്ഷത്തിന് വഴിതെളിഞ്ഞത്. ദിവസക്കൂലിയുടെ കാര്യത്തിൽ ചർച്ചയിലൂടെ ധാരണയിലെത്താനുള്ള അന്തരീക്ഷം ഒരുങ്ങിയെന്ന് ചർച്ചയ്ക്ക് ശേഷം ട്രേഡ് യൂണിയൻ നേതാക്കൾ പ്രതികരിച്ചു. തൊഴിലാളികൾ ഉന്നയിച്ച ആവശ്യം വളരെ ന്യായമാണ്. അതിന് ഗവൺമെന്റ് അതിനോട് അനുഭാവമുണ്ട്. മാനേജ്മെന്റുകളെ അത് ബോധ്യപ്പെടുത്തി നല്ല തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കും എന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ പോസിറ്റീവായ ഒരു ചർച്ച നടന്നു. തോട്ടങ്ങളുടെ സ്ഥിതിയും തൊഴിലാളികളുടെ സ്ഥിതിയും ഗവൺമെന്റിന്റെ അഭിപ്രായവും ശക്തമായി ഉന്നയിക്കുകയുണ്ടായി. മിനിമം വേതന കാര്യത്തിൽ ഉടൻ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണും വ്യക്തമാക്കി. ഇൻഡസ്ട്രി നിലനിന്നുകൊണ്ട് തൊഴിലാളികൾക്ക് പരമാവധി കൂലി കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ള സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള PLCയിൽ ആ നിലയിലേക്കുള്ള ഒരു പോസിറ്റീവ് ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചു. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി ചർച്ച ചെയ്ത് മിനിമം വേതന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തും. ഇന്നത്തെ PLCയിൽ സമവായത്തിലെത്താനായില്ലെങ്കിൽ നാളെയും PLC തുടരും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.